നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ചന്ദ്രേ, ചന്ദ്രേ, എന്താ വേണ്ട? ആരോട് ചോദിച്ചിട്ടാ നിന്റെ പേരിലുള്ള ആ സ്ഥലം വിറ്റത്? അതിനാരോടെങ്കിലും ചോദിക്കണോ? എന്റെ അച്ഛൻ എനിക്ക് തന്ന സ്ഥലം വിൽക്കണോ വേണ്ടയോ എന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. എന്നിട്ട് ആ കാശ് എവിടെ? ഏത് കാശ്? സ്ഥലം വിറ്റ് കിട്ടിയ കാശ്. അത് എന്റെ കയ്യിലില്ല. ഓ, അവൻ കൊണ്ടുപോയല്ലേ ആ വിഷ്ണു? അവനും നീയും തമ്മിൽ എന്താടി ബന്ധം? നിന്റെ സ്ഥലം വിറ്റ കാശ് നിന്റെ പോലും അനുവാദമില്ലാതെയാണല്ലോ അവൻ എടുത്തോണ്ട് പോയത്. അങ്ങനെ അവൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ അതിനർത്ഥം? വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട, അതിനൊരർത്ഥമില്ല. വിഷ്ണുവിന് ഞാൻ കടക്കാരിയാ, ആ കാശ് തിരിച്ചു കൊടുത്തു. അതല്ലെന്ന് എനിക്കറിയാം. എന്നെന്തിനിങ്ങനെ സംശയിക്കുന്നേ? നിന്റെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തതുകൊണ്ട്. ശരി, വിഷ്ണു നിനക്ക് കാശ് തന്നിട്ടുണ്ട്, അത് എനിക്കും കൂടി ബോധ്യപ്പെടണം. അതിന് എത്രയും പെട്ടെന്ന് അവൻ എനിക്കൊന്ന് കാണണം. എന്തിന്? അതിനൊന്നും ആവശ്യമില്ല. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. വന്നില്ലെങ്കിൽ വരുത്താനായിട്ട് എനിക്കറിയാം. സിദ്ധുട്ടാ, വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ ഉണ്ടാക്കും. എന്നെ കണ്ടതും അവൻ രക്ഷപ്പെട്ട് കളഞ്ഞു. എന്തിനാ അവൻ അങ്ങനെ ചെയ്തത്? കള്ളത്തിലുള്ളതുകൊണ്ടല്ലേ? ഒറ്റ തവണ മുഖാമുഖം കണ്ടാ മതി അവൻ ആരാണെന്ന് എനിക്ക് മനസ്സിലാവും. കുറെ കാലം സൈക്കോളജി എന്ന് പറഞ്ഞ് ചർച്ചതേ ഇതിനൊക്കെ വേണ്ടി തന്നെയാടി. നീ പറയുന്നത് മുഴുവൻ നുണയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതെനിക്കൊന്ന് തെളിയിക്കണം. അതിന് അവൻ വേണം. എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണാൻ പറയണോ അവനോട്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അവൻ പറയുന്ന നിനക്കൊന്ന് സമ്മതിച്ചു കൊടുത്താ പോരെ? നാഴികയ്ക്ക് 40 വട്ടം അവളുടെ കൂടെ നടപ്പ്, ആ ദേവികയുടെ കൂടെ. എന്നിട്ട് സംശയിക്കുന്നത് മുഴുവൻ എന്നെയും. ഡീ, ദേവിക നിന്നെ കാണുമ്പോ ഓടാറില്ല, പക്ഷെ അവൻ ഓടാറുണ്ട്. നിന്റെ വിഷ്ണു. വിഷ്ണുവിന് സിദ്ധുവിനെ ഇഷ്ടമല്ല. സിദ്ധുവിന് എന്നോട് കാണിക്കുന്നത് മുഴുവൻ വിഷ്ണുവിന് അറിയാം. തമ്മി കണ്ട നിയന്ത്രണം വിട്ട് വിഷ്ണു എന്തെങ്കിലും പറഞ്ഞു പോവും. അതാ ഓടുന്നത്, അല്ലാതെ പേടിച്ചിട്ടൊന്നുമല്ല. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവൻ എങ്ങനെ അറിയാം? നീ പറഞ്ഞു കൊടുത്ത് കാണും. അത് ശരിയാണോ? അങ്ങനെ ചെയ്യാമോ? ഞാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതം തകർന്നു, എന്റെ ഭർത്താവ് ഏത് നിമിഷവും എന്നെ ഉപേക്ഷിക്കാൻ നിൽക്കുവാണെന്നൊന്നും പറഞ്ഞു നടക്കാൻ മാത്രം മണ്ടിയൊന്നും അല്ല ഞാൻ. പിന്നെ അവനെങ്ങനെ അറിഞ്ഞു? അതെനിക്കെങ്ങനെ അറിയാം? ഞാൻ അന്വേഷിച്ചിട്ടില്ല. ശരി, അതൊന്നും അല്ലല്ലോ ഇപ്പൊ നമ്മുടെ വിഷയം. സിദ്ധു ഈ ദേഷ്യം നിന്നോട് കാണിക്കുന്നത് എന്തുകൊണ്ടാ? അവന് നിന്നെ തീരെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ലേ? അതറിയാവുന്ന സ്ഥിതിക്ക് അവനെ അവന്റെ പാട്ടിന് വിടുന്നതല്ലേ കൊച്ചേ നല്ലത്? ഡിവോഴ്സിന് ഞാൻ സമ്മതിക്കണം അല്ലേ? അതെ. അതല്ലാതെ നിന്റെ മുമ്പിൽ വേറൊരു വഴിയില്ലല്ലോ. എത്രയും വേഗം ചെയ്താലേ അത്രയും നല്ലതല്ലേ? സമാധാനത്തോടെ പിരിയാം. അല്ലെങ്കിൽ കേസും കോടതിയും. എന്തിനാ വെറുതെ നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു അവസരം കൊടുക്കുന്നത്? കേസ് കോടതിയൊന്നും എനിക്ക് പുത്തരിയല്ല. നാളെ കെടി ഞാൻ സഹിക്കും. ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാ. അത്ര പെട്ടെന്നൊന്നും എന്നെ ഇവിടുന്ന് ഒഴിവാക്കാന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി. മണ്ടത്തരല്ലേ കൊച്ചെ നീ കാണിക്കുന്നത്? ഒരിക്കലും ഒന്നിച്ചു പോവില്ലെന്ന് നിനക്കറിയാവുന്ന ഒരു ബന്ധം, അതിങ്ങനെ വലിച്ചു നീട്ടാൻ ശ്രമിക്കുന്നത് ബുദ്ധിയാണോ? നശിച്ചതേ എന്റെ ജീവിത. ഒരാണിന് രണ്ടാമത് കല്യാണം കഴിക്കാൻ വളരെ എളുപ്പ. അതുപോലെ അല്ല ഒരു പെണ്ണിന്. ഒന്നുകിൽ ഞാൻ എല്ലാരും കൊണ്ട് അഴിയെണിക്കും, അല്ലെങ്കിൽ വലിയൊരു തുക നഷ്ടപരിഹാരം വാങ്ങും. നഷ്ടപരിഹാരം തരാൻ ഞങ്ങൾ തയ്യാറാണല്ലോ. നിനക്ക് എത്ര വേണമെങ്കിലും ചോദിച്ചോ. എത്ര ചോദിച്ചാലും തരുമോ? തരും. എന്തായാലും ഇപ്പൊ തുക പറയുന്നില്ല. കേസ് കോടതിയിലെത്തട്ടെ, അപ്പൊ ആലോചിക്കാം അതിനെപ്പറ്റി. ചെറിയൊരു തുക ജീവനാംശം തന്നുകൊണ്ട് എന്നെ ഒതുക്കാൻ ആരും കരുതണ്ട.
നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതിലും വലുതായിരിക്കും ഞാൻ ചോദിക്കുന്ന തുക. അത് നിങ്ങൾ തരേണ്ടി വരും. ഞാനത് വാങ്ങിക്കുകയും ചെയ്യും.